അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിപ്പോൾ എല്ലില്ലാത്ത 400 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിക്ക് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് വലുതായിട്ട് കട്ട് ചെയ്യേണ്ട, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ എടുക്കുമ്പോൾ ഒട്ടും എല്ലില്ലാത്ത ചിക്കൻ വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് എടുക്കുന്നതെങ്കിലും 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാകും. അതുപോലെ തന്നെ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ്, ചതച്ച മുളകുണ്ടല്ലോ, 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ ചില്ലി ഫ്ലേക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വറ്റൽമുളക് എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാകും. അല്ലെങ്കിൽ കടയിൽ നിന്നും വാങ്ങാൻ കിട്ടും. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ടിക്ക മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. മസാല ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. നമ്മളിതിൽ മൈദയും കോൺഫ്ലോറും ചേർത്തതുകൊണ്ട് നന്നായിട്ട് ഇത് കോട്ട് ചെയ്ത് തന്നെ ഇരിക്കും. അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ഓറഞ്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാണാൻ ഒരു ഭംഗിയായിരിക്കും. ഞാനിപ്പോൾ ഓറഞ്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തത് കൊണ്ട് അത്യാവശ്യം നല്ല കളറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓറഞ്ച് ഫുഡ് കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 നുള്ള് ചേർത്ത് കൊടുക്കുക. കാണാൻ ഒരു ഭംഗിയായിരിക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വയ്ക്കുക. എന്നാൽ മാത്രമേ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കുകയുള്ളൂ. ഇതിൽ നമ്മൾ വലിയ ജീരകത്തിൻ്റെ പൊടിയോ ഗരം മസാലയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇത്രയും മസാല മാത്രം മതി. ഇനി നമുക്ക് മൂടി വെച്ച് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നാൽ മാത്രമേ ഈ എല്ലാ ചിക്കൻ്റെ കഷ്ണങ്ങളിലും ഇത് നമ്മൾ ഇട്ട് കൊടുത്തതെല്ലാം നല്ലോണം പിടിച്ച് സെറ്റായി കിട്ടുള്ളൂ. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇതായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കട്ടകളൊന്നുമില്ലാതെ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു രീതിക്ക് കലക്കിയെടുക്കുക. ഒരുപാടൊക്കെ കട്ടിയാവാനും പാടില്ല, ഒരുപാട് ലൂസ് ആവാനും പാടില്ല. ഇനി അടുത്തതായിട്ട് വേണ്ടത് 2 കുറച്ച് വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് ഇതുപോലെ തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം സ്ലൈസ് ചെയ്ത് അത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. കഴുകിയതിന് ശേഷം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ടൂത്ത് പിക്ക് വെച്ച് നമ്മുടെ ചിക്കൻ ഇതിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ടൂത്ത് പിക്ക് വെച്ച് കുത്തി ഇങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടില്ല, പിന്നെ മുറിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് സ്ലൈസറിൽ വെച്ച് തന്നെ ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കുക. ഈ ഒരു കനത്തിൽ വേണം സ്ലൈസ് ചെയ്തെടുക്കാൻ. അപ്പോൾ വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കുക. ആ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഇതുപോലെ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളത്തിലിട്ട് വയ്ക്കുക. ഇതിൽ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മസാലയൊക്കെ നല്ലോണം പിടിച്ച് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഒരു പീസ് ചിക്കൻ എടുത്തു. ചിക്കൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ സ്ലൈസ് എടുത്തിട്ടുണ്ട്. തയ്യാറാക്കി വെച്ച കോൺഫ്ലോറിൻ്റെ മിക്സാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ അടിയിൽ തങ്ങിക്കിടക്കും, വെള്ളം മാത്രം മുകളിൽ നിൽക്കും. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു സ്ലൈസ് എടുക്കാം. ഇതിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഇതിൻ്റെ നടുവിലായിട്ട് ചിക്കൻ്റെ ഒരു പീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ചിക്കൻ്റെ ഒരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലൊന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി കൊടുക്കാം. ഈ ചിക്കൻ്റെ നടുഭാഗത്തായിട്ട് ഇതുപോലൊന്ന് കുത്തി കൊടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം റെഡിയാക്കി എടുക്കാം.
എല്ലാ ചിക്കൻ്റെ പീസും ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കാവുന്നതാണ്. എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിൽ ഇത് നിരത്തി വെച്ച് കൊടുക്കുക. എത്ര ദിവസം വേണമെങ്കിലും വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഉടനെ വേണമെങ്കിൽ ഉടനെ ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ അടച്ച് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ആവശ്യത്തിന് മാത്രം എടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇത് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചതായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2-3 ബാച്ചായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിം വെക്കുക. കാരണം എന്താ വെച്ചാൽ ഈ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരണ്ടേ. അപ്പം ഇത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വേണം എണ്ണ ഒഴിച്ചു കൊടുക്കാൻ. എണ്ണ കുറവുണ്ടാകാൻ പാടില്ല. ഇത് മുങ്ങിക്കിടക്കണം. എന്നാൽ മാത്രമേ ഈ ചിക്കനൊക്കെ നല്ലോണം ഒന്ന് വെന്ത് കിട്ടുള്ളൂ. ലോ ടു മീഡിയം ഫ്ലെയിം വെക്കുക. ഫ്ലെയിം കൂട്ടിയിടരുത്. എന്നാൽ പിന്നെ ചിക്കൻ്റെ ഉള്ളൊന്ന് വെന്ത് കിട്ടില്ല. ഗോൾഡൻ നിറം ആകുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിം തന്നെ വെച്ച് കൊടുക്കുക. എണ്ണ ഇതുപോലെ ചിക്കൻ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. നമ്മളിത് മറിച്ചൊന്നും ഇടുന്നില്ല. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഫ്ലെയിം കൂട്ടിയിടരുത്. ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം തന്നെ വെക്കുക. ഈ ചിക്കനൊക്കെ എന്നാൽ മാത്രമേ വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പം നല്ലൊരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഇനി ഒരുപാടിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഉരുളക്കിഴങ്ങ് സ്ലൈസ് ചെയ്ത് ഇങ്ങനെ വെച്ചത് കൊണ്ട് ചിക്കനൊക്കെ വെന്ത് കിട്ടുമെന്നുള്ളത്. അപ്പോൾ ചിക്കനൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ട്. ഇപ്പോൾ വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തും അതുപോലെ ഫംഗ്ഷനൊക്കെ നടക്കുന്ന സമയത്തും ഒക്കെ ഇതുപോലെ ഫ്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമാകും. ഇപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്നതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ബട്ടർഫ്ലൈൻ്റെ ആ ഒരു മോഡലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, പുറത്ത് നല്ല ക്രിസ്പിയാണ്. ഇനി ഈ ടൂത്ത് പിക്ക് നമുക്ക് ഇളക്കി മാറ്റാം. കണ്ടില്ലേ, അവിടെ തന്നെ ഒട്ടിയിരുന്നോളും. ഇപ്പോൾ കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ട്. ബട്ടർഫ്ലൈൻ്റെ ഒരു മോഡലാണ് അത് ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ലേ, ഉള്ളിലൊക്കെ നല്ല ജ്യൂസി ആയിട്ടിരിപ്പുണ്ട്. ഇത് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കാവുന്നതാണ്. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്